ലച്ചുമോളെ താത്ത ടീച്ചറെ വീടാല്ലേ? ലച്ചുമോള് പുതിയ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ താത്ത ടീച്ചറെ വീട് ഇങ്ങനെ കാണും അല്ലേ? താത്ത ടീച്ചറെ വീട്ടിൽ പോയിട്ട് ചായ ഒക്കെ കുടിച്ചു വന്നിട്ടോ. അവിടേക്കാ അച്ഛനെ ആ വായമ്മലൊരു പാവക്കുട്ടീനെ വെച്ചാണ്ടത് കണ്ടോ? ഞാൻ അച്ഛനോട് ചോദിച്ചോണ്ട് കേട്ടോ, എൻ്റെ പാവക്കുട്ടീനെ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാണോ വായമ്മലേന്ന്? ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പുതിയ വീടിൻ്റെ വിശേഷങ്ങളും കിണർ പണീൻ്റെ വിശേഷങ്ങളും അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലച്ചുമോളും കൂടിയിട്ട് പുതിയ വീട്ടിൻ്റെ അടുത്തേക്ക് പോന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് മാങ്ങഞ്ചിയും മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് അങ്ങോട്ട് പറിച്ചെടുത്തു. അച്ചാറിടാലോ വിചാരിച്ചാണ്ട് കുറച്ച് അങ്ങോട്ട് പറിച്ചെടുത്തു. അപ്പോൾ ഇതൊരുപാട് ഉണ്ടായിരുന്നു. കുറേ മുന്നേ ഇവിടെ കുറച്ച് മഞ്ഞളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് മഞ്ഞളൊക്കെ ഇങ്ങനെ മണ്ണിൽ പൊന്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് പറിച്ചെടുത്തതിന് ശേഷം കിണർ പണീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണി തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസങ്ങളായി. ഓരോ ദിവസം ഇങ്ങനെ കൂടുന്തോറും ഉള്ളിലൊരു പേടിയാണ് കേട്ടോ. വെള്ളം കാണുമോ കാണില്ലേ അങ്ങനെ ഒരു പേടിയാണ്. ഇവിടെ എത്തുമ്പോൾ കിണർക്ക് നോക്കാനൊരു ചെറിയൊരു പേടിയുണ്ട്. കാരണം വെള്ളം പെട്ടെന്ന് കണ്ടാൽ മതിയെന്ന്, വെള്ളം കാണുമോ, ഒരുപാട് താഴ്ചയാവോ, അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പുഴേൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് താഴ്ച വേണ്ടി വരും എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള വീടുകളിലൊക്കെ കിണർ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. പിന്നെ വീടിൻ്റെ കുറച്ച് മുന്നായിട്ടൊരു കിണറുണ്ട്, അവിടെ അധികം താഴ്ചയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 14-15 കോലിലൊക്കെ വെള്ളം കാണുമെന്ന് കുറ്റിയടിക്കാൻ വന്നിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോൾ ലച്ചുമോളെ അംഗൻവാടീൻ്റെ 2ാം നില കെട്ടിടത്തിൻ്റെ ചെറിയൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങോട്ട് പങ്കെടുത്തു. അപ്പോൾ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനവും കാര്യങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉദ്ഘാടനം കൂടി കഴിച്ചു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മെമ്പർമാരും 2 വാർഡത്തെ മെമ്പർമാരും അടുത്തുള്ള ആൾക്കാരും അമ്മമാരും കുട്ടികളും ടീച്ചറും എല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇത് വലിയൊരു ഹാളാണ്. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനും മക്കൾക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഉള്ളൊരു ഹാളാണിത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ട് ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഡാൻസ് കളിക്കാമല്ലോ, ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടീച്ചർ എല്ലാ മക്കൾക്കും മിഠായിയൊക്കെ കൊടുത്തു. അടുത്ത ദിവസമായപ്പോൾ കിണറിൽ വെള്ളം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചു. ഒരു 9:30 ആയപ്പോൾ വെള്ളം കണ്ടു. അപ്പോൾ അവർ ഒരു കലം വെള്ളം കിണറിന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിൽ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി. അപ്പോൾ മക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. ലച്ചുമോളും കുഞ്ഞിക്കിളിയും ഭയങ്കരയും ബാലിക്കുട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കിണർ പണിയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ ഇവർ ചെറുതായിട്ട് അടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ബാൽക്കുട്ടനാണെങ്കിൽ ഇവരെ മടിയിൽ കയറി കിടന്നിട്ട് ഇവർക്ക് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് ഓരോ കോലും കാര്യങ്ങളൊക്കെ എടുത്ത് കുത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയിട്ട് വേണം കുറച്ച് അവിൽ വെള്ളം കലക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിൽ ആദ്യം തന്നെ അങ്ങോട്ട് പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇക്കാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. ഇത് കുടിച്ചിട്ടുള്ളൂ, ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. കുടിച്ചൊരു ഓർമ്മയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. ആദ്യം തന്നെ കുറച്ച് കിണറത്തെ വെള്ളം ഒഴിച്ചു. പിന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കുറച്ച് സമയം അവിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൽ ചേർത്തതിന് ശേഷം പിന്നെ
തേങ്ങ ചിരവയും കൂടെ ചേർത്തു. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, പിന്നെ ഇപ്പം ഇതൊക്കെ എന്തൊക്കെയോ ഇടാനുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ചെറിയ ഉള്ളീൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് എല്ലാവർക്കും കൊടുത്തുട്ടോ. അപ്പുറത്തെ വീട്ടിലേക്കും ഇപ്പുറത്തെ വീട്ടിലേക്കും ഒക്കെ കൊടുത്തു. അപ്പോൾ ആ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മമ്പാട് പോന്നു. മമ്പാട് പോന്നിട്ട് ലച്ചുമോൾ അംഗൻവാടീൻ്റെ വാർഷികം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 3-4 അമ്മമാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോന്നു. മക്കൾക്ക് തിരുവാതിര, ഒപ്പന, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഒപ്പനക്കുള്ള സാധനങ്ങളൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഒപ്പനക്കുള്ള ഡ്രസ്സ് തിരയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നല്ല വലിപ്പമുണ്ട്, വലിയ മക്കൾക്കുള്ള ഡ്രസ്സുകളാണ്. അങ്ങനെ ഒപ്പനക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റായി കിട്ടി. പിന്നെ ഇവിടെ ഫോക്ക് ഡാൻസിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ എല്ലാ മക്കൾക്കുള്ള ഡ്രസ്സ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വേറെ കുറേ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കട ആദ്യം മമ്പാട് അങ്ങാടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സമയം കടയിലുള്ള ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞങ്ങൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏൽപ്പിച്ച് പോരാഞ്ഞ് ഇതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ വന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏൽപ്പിച്ചു പോന്നു. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.